ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111 മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പേരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന 3 തെറ്റിദ്ധാരണകളുണ്ട്. ഒന്നാമത്, പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ സാധ്യമാകും എന്നുള്ളത്. ഒരു ദിവസം നമുക്കൊരു 60,000-ഓളം ചിന്തകൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു എന്നിരിക്കെ എപ്പോഴും പോസിറ്റീവായി ഇരിക്കുക എന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ചിന്തകളെയൊക്കെ നല്ലത് മാത്രമാക്കി വെക്കുക എന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്, നമ്മൾ ഈ വിഷ്വലൈസേഷൻ, അഫർമേഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ്, ഇമാജിനേഷൻ അങ്ങനെ പലതരം ടെക്നിക്സുകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അങ്ങ് മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ ടെക്നിക്സുകൾ യൂസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫീലിങ്സ്, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ആ ഒരു ഇമോഷണൽ ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഇത്രയും ടെക്നിക്സുകളൊക്കെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എംപോസിഷൻ പോലെ ഇരുന്ന ഓരോരോ ടെക്നിക്കുകൾ വെറുതെ യൂസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവിടെ ഒന്നും നടക്കില്ല. പകരം അവിടെ നമ്മൾക്കതേ എഴുതുന്നത് എന്താണോ അത് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. മൂന്നാമത്തത്, വാട്ട് യു തിങ്ക് യു ക്യാൻ അട്രാക്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നതോ അത് നടക്കും എന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നതിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം. നമ്മുടെ ഇമോഷണൽ ഫീലിംഗ് ഹൈ ആയിട്ടുള്ള ചിന്തകളെയാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത്. ആ ഫീലിംഗ് ഇനി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോവുകയാണ്. നല്ലപോലെ എഴുതണമെന്നും നല്ല മാർക്കോട് കൂടി നിങ്ങൾക്കത് വിൻ ചെയ്യണം എന്നതും നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയായിരിക്കും. പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും, പഠിക്കുന്നുമുണ്ടാകും, പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. എന്നാൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് പരീക്ഷയെക്കുറിച്ചുള്ള പേടിയും, തോറ്റുപോകുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, എനിക്കിനി എഴുതാൻ കഴിയില്ലേ, ഇനി അങ്ങനെയൊക്കെയുള്ള ഭയത്തിലാണ് നിങ്ങൾ അറ്റ് ലാസ്റ്റ് എപ്പോഴും എൻഡ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷനാണ് നിങ്ങളിൽ നിന്നും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സമാനമായ വിഷമകരമായ കാര്യങ്ങൾ നടക്കാനോ ആയിരിക്കും സാധ്യത കൂടുതൽ. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനും ഏറ്റവും പ്രോപ്പറായി ഇമോഷണൽ ഫീലിംഗിനെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ട് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ അഫർമേഷൻസ് ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് മാനിഫെസ്റ്റേഷൻ സാധ്യമാക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു, ടെക്നിക്കുകൾ യൂസ് ചെയ്താലും ഇമോഷൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കും, നമുക്ക് ആഗ്രഹത്തിന് വിപരീതമായ ഇമോഷൻസിനെ ഇങ്ങനെ പതിയെ പതിയെ ഇല്ലാതെയാക്കാനും ആ ഒരു അലൈൻമെന്റ്, നമ്മളുടെ ആഗ്രഹം എന്താണോ, ലക്ഷ്യം എന്താണോ, അത് നമ്മളിൽ നിന്നുണ്ടാകുന്ന ഫീലിങ്സിനെയും ഒരേ പാതയിൽ കൊണ്ടുവന്ന് ആ ഒരു അലൈൻമെന്റ് പ്രോപ്പർ ആക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണിത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് കഴിയുന്നതും ഒരു ബുക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു സെപ്പറേറ്റ് ബുക്ക്. അതിനെ നമുക്ക് നമ്മളുടെ വിഷ് ബുക്ക് എന്നോ ഒക്കെ പറയാം. കാരണം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, എല്ലാം എഴുതി പഠിക്കുന്ന ഒരുപാട് പേര് കാണാറുണ്ടല്ലേ. അവർക്ക് എഴുതി പഠിക്കാനായിട്ടൊരു ബുക്കൊക്കെ കാണും. അങ്ങനെ എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒന്നും അത്ര പെട്ടെന്ന് പോകാറില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വായിച്ച് പഠിച്ച് ശീലമുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാറുണ്ട് അവരായിരിക്കും നമ്മളൊക്കെയും. അപ്പോ അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാകട്ടെ അത് നേടിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ ഒന്ന് എഴുതി വെക്കുക എന്നതാണ്. ഇനി എന്താണ് ഈ ആഗ്രഹങ്ങൾ?
ഒരു ദിവസത്തിൽ നമുക്ക് പല പല കാര്യങ്ങൾ ആഗ്രഹങ്ങളായിട്ട് വരും അല്ലേ? അതിൽ നിന്നും ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്നുണ്ടായ ഒരു ഭ്രമമായിരിക്കും, ചിലതിനോട് വെറുതെ ഒരു അട്രാക്ഷൻ തോന്നുന്നതായിരിക്കും, ഒരു വാശിപ്പുറത്ത് ചില കാര്യങ്ങൾ നമ്മൾക്ക് വേണമെന്ന് തോന്നാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ വെറുതെ കാണുമ്പോൾ എന്നാൽ അത് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആയാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ തോന്നും അല്ലേ? ഇതിൽ നിന്നും നമ്മൾ മുറുകെ പിടിക്കേണ്ട നമ്മളുടെ ശരിയായ ആഗ്രഹത്തെ നമ്മൾ വേർതിരിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതായിരിക്കും നമ്മളുടെ ഒരു ആഗ്രഹത്തെ നമ്മളുടെ ലക്ഷ്യമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിൽ നമുക്കൊരു ബുക്ക് എടുക്കാം. ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ബുക്കാണ്. ആ ബുക്കിൽ എഴുതുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാൻ പോവുകയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി ഒരു ബുക്ക് എടുത്ത് എഴുതാൻ നമുക്ക് തുടങ്ങാം. ഈ ബുക്കിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് കാണും അല്ലേ? അപ്പൊ അതിനെല്ലാം ഒന്ന് മൈൻഡിൽ നിന്ന് ആദ്യം നമ്മൾ അതിനെ ഒന്ന് പേപ്പറിലേക്ക് ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് മാറ്റുക, ഒന്ന് കുറിച്ച് വെക്കുക. ജസ്റ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരു 1 വേർഡിൽ പോലും നിങ്ങൾക്കതൊന്ന് എഴുതി വെക്കാം. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇതിനെയൊക്കെ നിങ്ങൾക്ക് അതിനെ എഴുതി വെക്കാം. ഇന്നിപ്പോ ഇത് എഴുതിയതിനു ശേഷം ഓരോ ദിവസവും നിങ്ങൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളെ ഒക്കെ ഇതിൽ താഴെയായിട്ട് കുറിച്ചു വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയ ആഗ്രഹങ്ങളൊക്കെ എഴുതി ചേർത്തിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഗ്രഹത്തെ, നിങ്ങളുടെ ഒരു ലക്ഷ്യത്തെ പിക്ക് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം വേണമെന്ന് തോന്നുന്ന ഒരാഗ്രഹത്തെ പിക്ക് ചെയ്യാം. ഇനിയാണ് ശരിക്കുള്ള സ്ക്രിപ്റ്റിങ് തുടങ്ങുന്നത്. നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ലെങ്കിലും അത് ആദ്യം മനസ്സിലേക്കാണ് എത്തേണ്ടത്. നമ്മളുടെ മനസ്സിലാണ് ശരിക്കും അതിൻ്റെ ഒരു ബോധ്യമുണ്ടാകേണ്ടത്. ആ മനസ്സിൽ അത് ഉറക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. മനസ്സിന് ശരിയായ ഒരു ബോധ്യമുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ശരിയായ ഇമോഷൻസും അവിടെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ സാധ്യമാക്കിയെടുക്കാനുള്ള ആയിരക്കണക്കിന് വഴികളെയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇനി എഴുതേണ്ടത്? ഒരാഗ്രഹം 21 ദിവസമാണ് നമ്മളിത് എഴുതേണ്ടത്. 21 ദിവസവും കഴിയുമെങ്കിൽ ഒരേ സ്ഥലത്തിരുന്ന് എഴുതാൻ കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് മഷിപ്പേന വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ മോർണിംഗിലാണ് എഴുതി തുടങ്ങുന്നവർ എല്ലാ ദിവസവും മോർണിംഗിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് സ്ഥലത്താണോ ഇരുന്ന് എഴുതുന്നത് കഴിവതും അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് അതേ സമയത്ത് തന്നെ ഇരുന്ന് എഴുതുക. അതൊക്കെ മൈൻഡ് പ്രോഗ്രാമിങ്ങിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി ഓരോ പേജിന്റെയും ടോപ്പിൽ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഇൻഫിനിറ്റി സിമ്പൽ എഴുതുക. ഇൻഫിനിറ്റി സിമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ്ലെസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോയൊക്കെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ അതൊരു മാനിഫെസ്റ്റേഷന്റെ ആ ഒരു വൈബ്രേഷനെ ഹൈ ആക്കി നിർത്തുന്നു എന്നുള്ളൊരു വിശ്വാസത്തിന്റെ കൂടിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇൻഫിനിറ്റി സിമ്പൽ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ 21 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതി വെക്കാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കത് ഓൾറെഡി സാധിച്ചു കിട്ടി എന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഇന്നിപ്പോ നിങ്ങൾക്കത് സാധിച്ചു കിട്ടി, ഇന്ന് രാവിലെ നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചുവെങ്കിൽ നിങ്ങൾ വൈകുന്നേരം അതിനായിട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെയായിരിക്കും ആ കാര്യം എഴുതുക? അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാവ് എന്നെഴുതുക, എൻഡ് ചെയ്യുമ്പോൾ താങ്ക് യുവില് അവസാനിപ്പിക്കുക. ഓരോ സെന്റൻസും നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? വാവ്, എനിക്കിന്ന് സ്വന്തമായി ഞാൻ ആഗ്രഹിച്ച ഒരു വീടുണ്ട്, താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ താങ്ക് യു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ പേരെഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? വാവ്, എൻ്റെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി ഞാൻ വിജയിച്ചിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ്. അപ്പൊ ഈ വാവ് എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെയധികം സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മളുടെ ബിലീവ്സ്, നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് ഈ വാവ്. അപ്പൊ ഇങ്ങനെ ഓരോ ആഗ്രഹവും 21 പ്രാവശ്യം 21 ദിവസം എഴുതുക.
ഇതാണ് പ്രാക്ടീസ്. അത്രയും എഴുതിയതിനു ശേഷം നമുക്ക് ആ ആഗ്രഹത്തെ യൂണിവേഴ്സിലേക്ക് ലെറ്റ് ഗോ ചെയ്ത് വിടാം. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് സാധിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നായി നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചേരും. നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ അടുത്ത ആഗ്രഹത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആ ബുക്കിൽ എഴുതിയ ഓരോ ആഗ്രഹങ്ങളെയും ഇതുപോലെ നിങ്ങൾക്ക് 21 days സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് വിട്ടുകൊടുത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു വിഷ് ലിസ്റ്റ്, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ദിവസവും നോക്കുമ്പോൾ നിങ്ങൾക്ക് സോർട്ട് ചെയ്തെടുക്കാം. വെറുതെ എഴുതിയ ചില ആഗ്രഹങ്ങളുണ്ട്, അപ്പൊ അത് വേണ്ട എന്ന് തോന്നുന്നതിനെ നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതിനെ അവിടെ മാർക്ക് ചെയ്തിടുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു വിഷ് ലിസ്റ്റ് എഴുതി വെച്ചാൽ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പ്രോസസ്സ്. നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ എഴുതി തുടങ്ങുക. ഓരോ ദിവസവും എഴുതുക. ഇങ്ങനെ എഴുതുന്നത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങളുടെ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള വഴികൾ താനേ തുറക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ വിജയങ്ങളൊക്കെയും നിങ്ങൾക്ക് സ്വന്തമാകും. അപ്പോൾ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.